അതായത് അവരുടെ വീട്ടിൽ അതിൻ്റെ വീഡിയോ എനിക്ക് അയച്ചു തരാണ്. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഇത് സത്യമാണ്. വെളിയങ്കോട് ഭാഗത്ത് പല സ്ഥലങ്ങളിലും ഈ കുന്നംകുളം ഭാഗത്തു നിന്നാണ് ഈ പടക്കം നിർമ്മിച്ചിട്ടുള്ളത്. അവർക്കിത് പടക്കം നിർമ്മിക്കുന്നവർക്ക് എന്തോ ഒരു അറബി എഴുത്ത്, അറബി പുസ്തകമാവാം, അല്ലെങ്കിൽ സ്കൂളിലെ പാഠബുക്കാവാം എന്നല്ലേ അപ്പോൾ അവർ കരുതുള്ളൂ. ഓക്കെ, വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങളിപ്പോൾ ന്യൂ ഇയർ ആഘോഷിച്ചിട്ടുണ്ടാവും, പടക്കം പൊട്ടിച്ച ആളുകളും ഇല്ലാത്ത ആളുകളുണ്ടാവും. നിങ്ങൾ പടക്കം പൊട്ടിച്ച സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ചോദിക്കുകയാണ്, വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ട് അതിലെ പേപ്പറുകൾ കീറിക്കൊണ്ട് പല ആളുകളും പടക്കമുണ്ടാക്കി വിൽപ്പന നടത്തുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന കാര്യമാണ്. വിസാൽ മീഡിയ ഫക്രുദ്ദീൻ പന്താവൂർ, എൻ്റെ വീടിൻ്റെ അടുത്താണ് ആളുടെ വീട്. അപ്പം അദ്ദേഹം ഇട്ടൊരു വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് സ്റ്റുഡൻസ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തതാണ് വെളിയങ്കോട് ഭാഗത്തു നിന്ന്. അതായത് കുട്ടികൾക്ക് കിട്ടിയ പടക്കങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഖുറാനിലെ പേജുകൾ കീറിക്കൊണ്ടാണ്. എത്ര ഗൗരവമുള്ള കാര്യമാണ്. കുന്നംകുളം ഭാഗത്തു നിന്നാണ് പടക്കം വാങ്ങിയിട്ടുള്ളത്. ഒരു പക്ഷേ ഈ പടക്കം ഉണ്ടാക്കുന്ന ആള് മനഃപൂർവ്വം ചെയ്തതാകാം. അല്ലാത്ത പക്ഷം ഒരു ഹൈന്ദവനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിലുള്ള ആളാവാം. അയാൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയും ഉണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ടാകാം അത് കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി കുന്നംകുളംകാർക്ക് ഈ പടക്കം കിട്ടുന്നത് കുന്നംകുളത്ത് നിന്ന് തന്നെയാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ രണ്ട് രീതിയിലാണ്, മനഃപൂർവ്വമോ അറിയാതെയോ ചെയ്തതാകാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇസ്ലാം മതത്തിനോട് വിരോധമുള്ള പല ആളുകളുണ്ട്. അത്തരം ആളുകൾ പല രീതിയിലുള്ള പ്രോഡക്റ്റുകളും നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നുണ്ട്. അതിൽ അള്ളാഹു എന്നൊക്കെ എഴുതി അത് നിന്ദിക്കുന്ന രീതിയിലുള്ള പല പ്രോഡക്റ്റും ഉണ്ട്. ഫോട്ടോസ് ഒന്നും എനിക്ക് കാണിക്കാൻ കഴിയില്ല, കാരണം അത് വലിയ രീതിയിലുള്ള ക്രൈമാണ്. അതുകൊണ്ട് അത് കാണിക്കാത്തത്. നിങ്ങൾക്കത് അറിയുന്നത് തന്നെയാണല്ലേ. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത്ര ഷൂവിന് അടിയിൽ എഴുതിയതും അതേപോലെ തന്നെ അടിവസ്ത്രത്തിലൊക്കെ അല്ലേ. ഇപ്പൊ അടുത്താണ് നമ്മുടെ നൊമ്മദ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്, ഐ ലവ് ജിഷ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ഷെഡ്ഡി. അതിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഒരു വീഡിയോ ആണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന മതത്തിൻ്റെയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെയോ പേര് നമ്മൾ ഇടുന്ന അടിവസ്ത്രത്തിൽ ആരെങ്കിലും എഴുതി വെക്കുമോ? ഇല്ലല്ലോ. അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചു അല്ലെ. അപ്പൊ അത്തരം രീതിയിൽ അവർക്കത് സന്തോഷമാണെങ്കിൽ പോലും മറ്റുള്ള മതങ്ങളെയാണ് നിങ്ങളത് അവഹേളിക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ തെറ്റല്ലേ. ഇവിടെ പടക്കത്തിന്റെ രൂപത്തിലാണ് അത് വന്നിട്ടുള്ളത്. ഒരു ചെറിയൊരു ക്ലിപ്പും കൂടിയുണ്ട്. അത് കൃത്യമായിട്ട് ഫക്രുദ്ദീൻ പറയുന്നുണ്ടെന്ന് കേട്ടോക്കെ. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ വിശുദ്ധ ഖുർആന് എന്താ പറയുക, പഴകിയതോ അല്ലെങ്കിൽ ദ്രവിച്ചതോ നമ്മൾ ഉപയോഗിക്കാത്തതോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. പലപ്പോഴും ഉമ്മമാരോ അല്ലെങ്കിൽ അറിയാതെ ന്യൂജൻ ഉമ്മമാരാണ് ചെയ്യുക. അവർ ഈ പഴയ സാധനങ്ങൾ ബുക്കും കടലാസൊക്കെ വാങ്ങാൻ വരുന്നവരുണ്ടല്ലോ, അവർ കയ്യിലങ്ങോട്ട് കൊടുത്തിട്ട് കാശ് വാങ്ങും. പഴയ ഉമ്മമാർക്കറിയാം കൃത്യമായിട്ട് ഇത്തരം ഖുർആൻ എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഉസ്താദുമാരെ നിങ്ങൾ പരമാവധി കുട്ടികൾ വഴിയും അതേപോലെ പേരൻസ് മീറ്റിങ്ങിലൊക്കെ വീട്ടിലുള്ള ഇത്രയും ദ്രവിച്ച ഖുർആനുകൾ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം പഴകിയ എന്ന് അദ്ദേഹം ഉപയോഗിച്ച വാക്കില്ലേ, അതിനോട് എനിക്കൊരു വിയോജിപ്പുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഖുറാനെ വിശുദ്ധമായിട്ട് നമ്മൾ പരിശുദ്ധമായിട്ടാണ് കാണുന്നതെങ്കിൽ എങ്ങനെയാണത് പഴകുന്നത്, എങ്ങനെയാണത് ജീർണിക്കുന്നത്, എങ്ങനെയാണത് ചിതലരിക്കുന്നത്? ആദ്യം ആ ഒരു മതഗ്രന്ഥത്തിനോട് നമ്മൾ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വൃത്തിയിൽ തന്നെ കൊണ്ടു നടക്കും. അതൊന്നാമത്തെ കാര്യമാണ്. പിന്നെ ഏതെങ്കിലും രീതിയിൽ നശിച്ചു പോവുകയാണെങ്കിൽ എന്തു ചെയ്യണം? എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ കാര്യം ചോദിക്കുകയാണ്, എടാ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഖുറാൻ ഇങ്ങനെ കേടുവന്നു, എന്തു ചെയ്യണം? അപ്പൊ അവൻ പറഞ്ഞത്, മറ്റുള്ള വല്ല പുസ്തകങ്ങളോ മറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കത്തിച്ച് കളയാം, രണ്ട് വേണമെങ്കിൽ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വിൽപ്പന നടത്താം. ഈ മൂന്ന് കാര്യവും ഖുറാനിന്റെ കാര്യത്തിൽ ചെയ്യാൻ കഴിയില്ല. കത്തിച്ച് കളയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാടോ ഞാൻ ആ മതഗ്രന്ഥം കത്തിക്കുക എന്നാണ് എന്നോട് ചോദിക്കുന്നത്. രണ്ടാമത്തായത്, എങ്ങനെ ഞാനത് വിൽപ്പന നടത്തും? ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ എങ്ങനെയാണ് എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പാടില്ല, വിൽക്കാൻ പാടില്ല. പിന്നെ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരിക്കലും ഈ ഗ്രന്ഥം നശിക്കാൻ നമ്മൾ ഇടവരുത്തരുത്. എനിക്ക് ആ മൂന്ന് വാക്കുകളും കേട്ടപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അവനോട് റെസ്പെക്ട് കൂടുതൽ തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഭഗവത്ഗീത ഉണ്ട്, അതേപോലെ ഋഗ്വേദം ഉണ്ട്, അവരെ വേദങ്ങളുണ്ട്, ഖുർആൻ, എല്ലാ സാധനങ്ങളും ഇന്ത്യയിലുണ്ട്. നമ്മളെ പല വൃത്തിയിൽ തന്നെ കൊണ്ടുനടക്കുന്നത്. എന്നിരുന്നാൽ പോലെ ദിനം ഞാനത് വായിക്കുന്നില്ല അല്ലെ. ഡെയിലി ഞാനത് വായിക്കുകയോ എടുത്ത് തൊടുകയോ ചെയ്യുന്നില്ല. നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അർഹതപ്പെട്ട ആളുകളുടെ കയ്യിൽ തന്നെയാണ് വരേണ്ടത്. അത് വേണ്ടപ്പെട്ട കുറച്ച് ആളുകളോട് ചോദിച്ചപ്പോൾ ഞാനത് അവർക്ക് കൊടുക്കുകയും ചെയ്തു. കാരണം അവർക്കത് ആവശ്യമാണ്. ആ ആവശ്യമുള്ള ആളുകളുടെ കയ്യിലാണ് അത് വേണ്ടത്. അതായത് ആ മതത്തെ ഇഷ്ടപ്പെടുന്ന, ആ മതത്തിനെ അത്രയധികം സ്നേഹിക്കുന്ന, ആ മതഗ്രന്ഥത്തെ അത്ര പരിശുദ്ധമായി കാണുന്ന ആളുകളുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഒരിക്കലും നശിച്ചു പോവില്ല അല്ലേ. കത്തിക്കാനോ എറിഞ്ഞു കളയാനോ ഒന്നും
നമുക്കൊണ്ട് കഴിയില്ല. എങ്ങനെ കഴിയും? ഏത് ഗ്രന്ഥമാണെങ്കിലും, ഏത് മതത്തിന്റെ ഗ്രന്ഥമാണെങ്കിലും അതേ നിലപാട് തന്നെയാണ് എൻ്റെ ഉള്ളത്. നശിച്ചു പോവാതിരിക്കാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ ഗൾഫിൽ പോകുന്ന ആളാണ്, ഫാമിലി അടക്കം പോകുന്ന ആളാണ്, വീട്ടിൽ ഖുറാനുണ്ട്, എല്ലാവരുടെ വീട്ടിലും, മുസ്ലിങ്ങളുടെ എല്ലാ വീട്ടിലും ഖുറാൻ ഉണ്ടാവും, അവരത് പാരായണം ചെയ്യാറുണ്ടാവും അല്ലേ? അത്തരം ഖുറാൻ നിങ്ങൾ വീട്ടിൽ വെച്ച് പോയി എന്ന് തന്നെ ധരിക്കുക. 2-3-4 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത് ദ്രവിച്ചു പോവുകയോ ചിതലരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും? വലിയൊരു ചോദ്യമല്ലേ? ഇവിടെ ഞാൻ ചെറിയൊരു ആശയം പറയുകയാണ്. എനിക്ക് ഈ ഒരു ആശയം എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല, ഇനി അങ്ങനെ പറയാൻ പാടുമോ എന്ന് പോലും അറിയില്ല. നിങ്ങൾ ഗൾഫിൽ പോവുകയോ മറ്റുള്ള എവിടെയെങ്കിലും പോകുന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞാൽ വരുന്നുള്ളെങ്കിൽ നിങ്ങളുടെ ഖുറാൻ അടുത്തുള്ള പള്ളിയിൽ ഏൽപ്പിക്കുകയോ മദ്രസയിൽ ഏൽപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് സംരക്ഷിക്കും. കാരണം പള്ളിയിലും മദ്രസയിലും വരുന്ന ആള് ആ മതത്തെ ഇഷ്ടപ്പെടുന്ന, ആ മതം പഠിക്കുന്ന, ആ മതം പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരത് കൃത്യമായിട്ട് സൂക്ഷിക്കില്ലേ? അപ്പോൾ അത് എൻ്റെ ഒരു ആശയം മാത്രമാണ്. ഞാൻ പറഞ്ഞതുപോലെ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് അവിടെയും അത് യൂസ് ആവുന്നു, തിരിച്ചു കിട്ടുമ്പോൾ നമുക്കത് വീണ്ടും യൂസ് ആവുന്നു എന്നുള്ളതാണ് ഒരാശയം. അത്ര കൂട്ടിയാൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച പടക്കങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുക. ഇത് പടക്കത്തിന്റെ മാത്രം കാര്യമല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം പൊതിഞ്ഞ് തന്നത് എന്തിലാണെന്ന് അറിയില്ല, കടല പൊതിഞ്ഞ് തന്നത് എന്തിലാണെന്ന് അറിയില്ല. എല്ലാം പരിശോധിക്കുക, എല്ലാം നോക്കുക. അത് നിങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആണെങ്കിൽ അത് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. ഇപ്പോൾ പടക്കം ഉണ്ടാക്കിയല്ലോ, എവിടെ നിന്ന് പടക്കം വന്നു, അന്വേഷണം കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു സൗമ്യമായ രീതിയിൽ ഇത് അവസാനിപ്പിക്കട്ടെ, വലിയൊരു ലഹളയാവരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായതുകൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നത്. ഇത് വേറെ വല്ല രീതിയിലും ആണെങ്കിൽ എന്താകും അവസ്ഥ? ഇപ്പൊ നമ്മൾ തന്നെ വിശുദ്ധ ഖുറാനിൽ ആളുകൾ ഓരോ വൃത്തികേടുകൾ ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? ബൈബിളിലും ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തീവ്ര മനോഭാവമുള്ള ആളുകൾ തമ്മിലുള്ള യുദ്ധത്തിന്റെ ഇടയിൽ ഈ പരിശുദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഇങ്ങനെ ഞെരിഞ്ഞമരുന്നുണ്ട്. സംരക്ഷിക്കപ്പെടേണ്ടത് ആ ഗ്രന്ഥങ്ങൾ കൂടിയാണ് എന്ന് ഞാൻ ഈ വീഡിയോയോട് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ വിശാൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ കൃത്യമായിട്ട് ആ മുഴുവൻ വീഡിയോ ഉണ്ട്, നിങ്ങളത് കാണണം കേട്ടോ. അദ്ദേഹത്തിന്റെ സ്റ്റുഡൻ്റ് ആണ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നത്, അൺബോക്സ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ഓരോ വേർഡ്സും അതിലുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസ് കാണുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ബഹളം ഉണ്ടാക്കാനോ ലഹളം ഉണ്ടാക്കാനോ അല്ല, അതൊരു സൂചനയാണ്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ സമീപിക്കണം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒരിക്കലും ആരെയും തല്ലാനും പിടിക്കാനും പോകാൻ കാര്യമില്ല. നമുക്ക് നിയമപരമായിട്ട് എല്ലാതും നേരിടാൻ കഴിയും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പം മഹാത്മാഗാന്ധിയൊക്കെ അഹിംസയുടെ പാതയാണ് പിന്തുടർന്നിട്ടുള്ളത് അല്ലേ? ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കൊടുക്കണം എന്നൊരു സാധനമുണ്ട്. അതൊന്നും നമ്മൾ ചെയ്യണമെന്നില്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അഹിംസ, നമുക്ക് ഇവിടെ നമ്മുടെ നിയമ സംവിധാനങ്ങളുണ്ട്. അതിന് എത്ര കാലം കഴിഞ്ഞാലും ഇത് ജനാധിപത്യ രാജ്യം തന്നെയാണ്. ആരൊക്കെ ഇത് വേറെ രീതിയിലാക്കാൻ ശ്രമിച്ചാലും ആ ജനാധിപത്യ രാജ്യമായി തുടരുന്നുണ്ട് എങ്കിൽ നമ്മൾ ശക്തമായി ഇതിൽ ഇടപെടലുകൾ നടത്താൻ നമുക്ക് കഴിയും. പടക്കത്തിന്റെ രൂപത്തിലാണ് ഇന്ന് ഖുറാൻ എന്ന് പറയുന്ന ആ ഒരു മതഗ്രന്ഥത്തെ അവർ ഉപയോഗിച്ചതെങ്കിൽ നാളെ മറ്റുള്ള രീതിയിൽ ഉപയോഗിക്കുമെന്നറിയില്ല. മനഃപൂർവ്വമാണെങ്കിൽ അതൊന്നാമത്തെ കാര്യമാണ്. അറിയാണ്ട് ചെയ്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ? അപ്പോൾ എൻ്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, ആദ്യം ഖുറാൻ എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥം നശിക്കാതിരിക്കാൻ ശ്രമിക്കുക. നശിച്ചു കഴിഞ്ഞാൽ അതൊരു വിൽപ്പന വസ്തുവായി കാണാതിരിക്കുക. അങ്ങനെ ഒരു വിൽപ്പന വസ്തുവായിട്ടാണ് നിങ്ങൾ അതിനെ കണ്ടത് എങ്കിൽ നിങ്ങൾ ഈ ഒരു വിശ്വാസമായിട്ട് മുന്നോട്ട് പോയിട്ട് എന്താ കാര്യമല്ലേ? ഓക്കെ, ചാനൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ വിളിക്കുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും. അതൊക്കെ സന്ദീപ് എടപ്പാൾ.